തെരഞ്ഞെടുപ്പുകൾ അടുത്തു തുടങ്ങിയതോടെ മാമാങ്കങ്ങൾ അരങ്ങേറി തുടങ്ങി. മത മേലധ്യക്ഷന്മാരെന്ന് സ്വയം പുകഴ്ത്തുന്നവരെ സ്വയം പ്രഖ്യാപിക്കുന്ന രാജാക്കന്മാർ അരങ്ങ് വാഴാനായിട്ട് രംഗത്തേക്ക് കടന്നു വരുന്നു. ഇപ്പോൾ ഇന്നുണ്ടായ സംഭവവികാസങ്ങളെന്ന് പറയുന്നത് വളരെ രസകരമായ സംഭവവികാസങ്ങളാണ്. ഇതുവരെ ഈ NSSൻ്റെ ഒരു പ്രഖ്യാപിത നിലപാടെന്ന് പറയുന്നത് ഉണ്ടായിരുന്നത്, ഏതാണ്ട് ശ്രീ പിണറായി വിജയൻ്റെ സർക്കാർ നേരത്തെ ഉണ്ടായിരുന്നവർ ശബരിമലയിലെ ആചാര സംരക്ഷണത്തിന് എതിരായിട്ട് നിന്നുവെന്നും അങ്ങനെ അതിനെതിരെ പ്രവർത്തിച്ചുവെന്നും അവിടുത്തെ ആചാരം സംരക്ഷിക്കുന്നതിന് ഒന്നും ചെയ്തില്ല എന്നും ഒക്കെ വളരെ വലിയ ആശങ്കകളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ആശങ്കകൾ മാറി തുടങ്ങി കേട്ടോ, ഇപ്പോൾ വളരെ. അപ്പോൾ എന്നിട്ട് അതേപോലെ തന്നെ ഈ NSSൻ്റെ നേതാവും, ഞാൻ പേരൊന്നും പറയുന്നില്ലായിരുന്നു, നിങ്ങൾ ഊഹിച്ചോണ്ടാൽ മതി, നോക്കിക്കൊണ്ടാൽ മതി. കാരണം ഇനി എനിക്ക് ആരെങ്കിലും ഉപദ്രവിച്ചു അല്ലെ ആരെങ്കിലും ആക്ഷേപിച്ചു എന്ന് പറഞ്ഞ് എൻ്റെ പുറകെ നടക്കാനും സമയമില്ല. അതുകൊണ്ട് ആളുകൾ മനസ്സിലാക്കിക്കൊണ്ടാൽ മതി ആരൊക്കെയാണെന്നുള്ളത് നോക്കിക്കൊണ്ടാൽ മതി. അതുപോലെ തന്നെ SNDPയുടെ നേതാവും ഒക്കെ ഒന്നിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് നമ്മൾ കാണുന്നത്. ഇപ്പം കൈകോർത്ത് പിടിച്ചു, ഭായ് വളരെ സ്നേഹമാണ് ഇന്ന് മുതലാണ് ഈ സ്നേഹം തുടങ്ങിയേക്കുന്നത്. അപ്പോൾ ഇത് നമ്മളൊന്ന് തിരിച്ചറിയേണ്ടതിൻ്റെ കാരണം, അത് NSSൻ്റെ നേതാവ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കോൺഗ്രസ്സുകാരൊന്നും ചെയ്തില്ല. കോൺഗ്രസ്സുകാരെന്തോ ചെയ്യുന്നത്? കോൺഗ്രസ്സുകാർ എതിരായിട്ട് വല്ലതും ചെയ്തായിരുന്നു? ഈ ആചാര സംരക്ഷണത്തിന് അനുകൂലമായിട്ട് കോൺഗ്രസ്സുകാരൊന്നും ചെയ്തില്ല. അത് ചെയ്യാൻ അവരെന്തോന്നാ ചെയ്യുന്നത്? അവർക്ക് അധികാരം വല്ലതും ഉണ്ടായിരുന്നു ആ സമയത്ത്? അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ആരാണ് ഇവിടം? അപ്പോൾ അത് ചെയ്തില്ല. പിന്നെ BJPക്ക് ആണെന്നുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് BJPയുടേതാണ്. പക്ഷേ അവർക്ക് നിയമം ഒക്കെ കൊണ്ടുവരാമെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിലും അവരൊന്നും ചെയ്തില്ല. അപ്പോൾ BJPക്കാരൊന്നും ചെയ്തില്ല, കോൺഗ്രസ്സുകാരൊന്നും ചെയ്തില്ല. എല്ലാം ചെയ്തത് ആരാണെന്നറിയാമോ? ഇടതുപക്ഷ സർക്കാരാണ്. ചിരിയല്ലാതെ വരുന്ന എന്താണ്? എനിക്ക് വളരെ ഇത്രയും ഒരു തമാശ ഞാൻ കണ്ടിട്ടില്ല ഈ പറയുന്നത്. ഏതായാലും വളരെ അതുകൊണ്ട് ഈ ഇങ്ങനെയൊക്കെയുള്ള പഴയ നിലപാടുകൾ തിരുത്താൻ തയ്യാറായ ഇടതുപക്ഷമാണ് ഏറ്റവും നല്ലത് എന്ന് ഒരു പ്രഖ്യാപിത നിലപാട് അങ്ങ് NSSൻ്റെ ഒരു നേതാവ് സ്വീകരിക്കുന്ന ഒരു കാഴ്ചപ്പാട് നമുക്കിന്ന് കാണാൻ പറ്റി. അപ്പോൾ അതോടൊപ്പം അത് എങ്ങനെ ചേരുമെന്ന് എനിക്കറിഞ്ഞൂടാ. കാരണം BJPയുടെ ഏറ്റവും വലിയ ഒരു അലയൻസിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന, അതുമായിട്ട് വളർത്തോളം പൊരുത്തമുള്ള SNDPയുടെ ഒരു നേതാവ്, അദ്ദേഹവും ഇതുമായിട്ട് വളരെ അങ്ങ് തോളെ കൈയിട്ട് കെട്ടിപ്പിടിച്ച് വളരെയധികം അങ്ങ് സന്തോഷിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് നമ്മൾ കണ്ടേക്കുന്നത്. ഇത് ഞാൻ പറയാൻ കാര്യം എന്താണെന്നറിയോ? ഇലക്ഷൻ അടുക്കുമ്പോൾ ഇങ്ങനെ കുറേ കൃമികീടങ്ങൾ ഇങ്ങോട്ട് രംഗത്തോട്ട് വരും. അവർ മത മേലധ്യക്ഷന്മാരെന്നുള്ള നിലയ്ക്കായി വരുന്നത് കേട്ടോ. ചില മെത്രാന്മാർക്ക് അപ്പോഴത്തേക്ക് അങ്ങ് ഹാലിളകി അവരിഞ്ഞു വരും. കാരണം അവരെ ഇന്നതാണ്, മറ്റേത് ചെയ്തില്ല, ഇത് ചെയ്തില്ല, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, ഇന്നാര് ഞങ്ങൾക്കൊക്കെ ഏതാണ്ടൊക്കെ തന്നു അല്ലെ തരാമെന്ന് പറയുന്നു, അതുകൊണ്ട് ഇത് ഞങ്ങളുടെ വോട്ട് ഇന്നാർക്കൊക്കെ ആയിരിക്കും എന്ന് ഇവരങ്ങ് പ്രഖ്യാപിക്കും. ഞാൻ ഒരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ. ഈ പറയുന്ന ഇപ്പം NSSൻ്റെ ആയാലും SNDPയുടെ ആയാലും അതുപോലെ ഈ മെത്രാന്മാരുടെ, അതായത് ക്രൈസ്തവ സംഘടനകളുടെ ആണെങ്കിലും, ആരെങ്കിലും അതിലെ അംഗങ്ങൾ ആരെങ്കിലും ഇവർ പറയുന്നത് കേട്ട് വോട്ട് ചെയ്യുമോ? ഒരിക്കലും ഇല്ല. ഈ പറയുന്ന മെത്രാന്മാരുടെ ഈ സംഘമൊക്കെ പറഞ്ഞ് എന്തൊക്കെ വിളിച്ച് പുലമ്പിയാലും അതിൽ 99% ആളുകളും, അതിൽപ്പെടുന്ന ആളുകൾ ഇവരൊന്നും പറയുന്നത് കേൾക്കത്തില്ല. അവർക്ക് ബോധമുണ്ട്, അവർക്ക് ഇഷ്ടമുള്ള ആൾക്ക് വോട്ട് കൊടുക്കും. ചിലപ്പോൾ 1% ആളുകൾ ഈ ഏതെങ്കിലും ഭയം കാരണം അത് വലിയ പ്രശ്നം ഉണ്ടാവും, മെത്രാന്മാർ പറയുന്നതല്ലേ, നമ്മളത് ചെയ്തില്ലെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവും എന്നൊക്കെ ഭയന്നേരം 1% ആളുകൾ അവർ പറയുന്നതിൻ്റെ അവരുടെ തീട്ടൂരം അനുസരിക്കാനായിട്ട് ഉള്ള ഒരു താല്പര്യം കാണിക്കും. ഈ 1% ആളുകൾക്ക് വേണ്ടി ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെ ഇവരുടെയൊക്കെ പുറകെ നടക്കണമോ എന്നതും ചിന്തിക്കണ്ടേ? കാരണം ഈ നമ്മുടെ രാഷ്ട്രീയം തീരുമാനിക്കുന്നത്, രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ മുമ്പോട്ടുള്ള പോക്ക്, അത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുമ്പോട്ടുള്ള പോക്ക്,
നമ്മുടെ തദ്ദേശ സ്വയംഭരണങ്ങൾ സ്ഥാപനങ്ങളുടെ മുമ്പോട്ടുള്ള പോക്ക്, ഇതൊക്കെ തീരുമാനിക്കേണ്ടത് ഇതുപോലെ ഈ പറയുന്ന നേതാക്കന്മാർ വല്ലതും ആണോ? അത് ഏത് സംഘടനയായാലും, അത് മുസ്ലിം സംഘടനയുടെ ആയാലും ക്രിസ്ത്യൻ സംഘടനയുടെ ആയാലും ഈ NSS എന്ന് പറയുന്നതായാലും SNDP ആയാലും ആരായാലും ഇതിൻ്റെ അധ്യക്ഷന്മാരാണോ ഈ തീരുമാനിക്കേണ്ടത്? ആരാർക്ക് വോട്ട് ചെയ്യണം എന്നൊക്കെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അതിന് പകരം എന്തെന്നറിയോ, ഇവരെ അങ്ങ് പുറകെ കൈയിട്ട് നടന്നു കഴിഞ്ഞാൽ എല്ലാം റെഡിയായി, ഇവരുടെ തോളയെ കൈയിട്ട് കഴിഞ്ഞാൽ എല്ലാം കിട്ടി എന്നാണ് പല രാഷ്ട്രീയ നേതാക്കളുടെയും ഒരു കണക്കൂട്ടൽ. എന്ത് വിവരക്കേടാണെന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഇവരെയൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? അതാ എനിക്ക് മനസ്സിലാക്കുന്ന ഏതാണ്, ഇവരൊക്കെ ഇപ്പോൾ ഞാൻ പറയാം, SNDPയുടെ ഒരു നേതാവാണെന്നുണ്ടെങ്കിൽ പറയും, പലപ്പോഴും ഇലക്ഷൻ വരുമ്പോൾ ചില പ്രഡിക്ഷൻസ് അങ്ങ് നടത്തും കേട്ടോ. അതായത് അത് നടത്തിയേക്കുന്ന പ്രഡിക്ഷൻസിൽ ഒന്ന് VD സതീശൻ തോറ്റുപോകും കേട്ടോ. അതേപോലെ തന്നെ വിഷ്ണുനാഥ് തോറ്റുപോകും. പിന്നെ സ്വരാജ് വൻ ഭൂരിപക്ഷത്തോടു കൂടി നിലമ്പൂർ ജയിക്കും. ഈ പ്രഖ്യാപനങ്ങൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? ഒന്ന് നോക്കിയാൽ മതി. വേണ്ട. അതുപോലെ തന്നെ NSSൻ്റെ ഒരു നേതാവാണെങ്കിൽ 2001 വോട്ടും ചെയ്തിട്ട് അങ്ങോട്ട് ഇറങ്ങി കയ്യും ഒക്കെ പൊക്കി പിടിച്ച് എന്നുവെച്ചാൽ വോട്ട് വലിയ ഇവരെയൊക്കെ മാധ്യമങ്ങളാണ് ഇവരെയൊക്കെ നേതാക്കളാക്കി മാറ്റുന്നതും ഇവരെയൊക്കെ വലുതാക്കുന്നതും. ഇവരാരും ഒന്നുമല്ല എന്ന് കണക്കാക്കാൻ ഈ മാധ്യമങ്ങളെങ്കിലും തയ്യാറാവണം. അതിന് പകരം ഇവരുടെ പുറകെ ക്യാമറ കൊണ്ട് നടക്കും, വിരലും അങ്ങോട്ട് പൊക്കി പിടിച്ചോണ്ട്. ജനങ്ങൾക്ക് ഭരണമാറ്റം ആവശ്യമാണ്. ജനങ്ങൾ ഇന്ന് ഇതോടൊപ്പം അല്ല, ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിക്കോടൊപ്പം ഒന്നും അല്ല ജനങ്ങൾ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് വൻ ഭൂരിപക്ഷത്തിൽ എതിർഭാഗം ജയിക്കും. സംഭവിച്ചെന്താ? പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ മുന്നണി 99 സീറ്റ് നേടി വൻ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വന്നു. അപ്പോൾ ഇയാൾ പറയുന്ന എന്തെങ്കിലും കാര്യം നടക്കുമോ? ഇതാരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പോഴും ഇയാൾ പറയുന്നത് എന്താണെന്നറിയോ? ഇയാൾ പറയുന്നത് ഇനിയിപ്പോൾ അങ്ങോട്ട് പോയി ഇടതുപക്ഷത്തോട്ട് പോയി എല്ലാം റെഡിയാക്കി കൊടുത്തു എന്നാണ്. ഇടതുപക്ഷ മുന്നണിക്ക് വന്നെങ്കിൽ വളരെ സന്തോഷത്തിലാണ്. കാരണം അവർക്ക് SNDPയെ കൈ കിട്ടി. SNDPയെ കൈ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SNDPയുടെ ഈ പറയുന്ന നേതാവ് പറയുന്നത് ആരെങ്കിലും വോട്ട് ചെയ്യുമോ? അവർ ചിലപ്പോൾ അയാൾക്ക് വോട്ട് കൊടുത്തും ഇരിക്കും, വേറെ കാര്യം. അതല്ലാതെ ആർക്കെങ്കിലും ഇയാൾ പറയുന്നവർക്ക് അവരെ വോട്ട് കൊടുക്കും. അതുപോലെ NSSൻ്റെ ആളുകൾ ആരെങ്കിലും ഇയാൾ പറഞ്ഞ നേതാവ് പറയുന്നവർക്ക് വോട്ട് കൊടുക്കൂ? ഇല്ല. അതേപോലെ ഈ മെത്രാൻ സഭകൾ ഇപ്പോൾ അവർ വളരെ ആഹ്ലാദത്തിലാണ്. വലിയ കാര്യങ്ങളാണ് ഇപ്പം നടക്കാൻ പോകുന്നത്. ഇപ്പോൾ ഏതാണ്ട് വന്യജീവിയുടെ ഇതും എല്ലാം കൂടെ വരുന്നു. ഇനിയിപ്പം അങ്ങോട്ട് വന്നാൽ ഇടതുപക്ഷം വന്നു കഴിഞ്ഞാൽ അങ്ങ് റെഡിയാക്കി തരും, എല്ലാം ഉരുട്ടി ശരിയാക്കി കൈ തരും എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഇത് അവർ പറയുന്നവർ ആർക്കെങ്കിലും ആളുകൾ വോട്ട് ചെയ്യുമോ? ഒരിക്കലുമില്ല. പക്ഷേ ഇതിൻ്റെ കുഴപ്പം എന്താണെന്നറിയോ? ഇവിടെ ഇവരെ വലുതാക്കുന്നതും ഇത് ഒക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ തന്നെയാണ് ഇവരെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടെത്തിക്കുന്നത്, അവരോധിക്കുന്നത്. ഇവരാരും ഒന്നുമല്ല. ആദ്യം ചിന്തിക്കണം. ഇവിടുത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത്, ഇവിടുത്തെ ഭരണ നിർവഹണം എന്ന് പറയുന്നത് ഈ മതങ്ങളുമായിട്ടും ജാതികളുമായിട്ടും ഒന്നും ബന്ധപ്പെട്ടതേ അല്ല. ഇതെന്ന് ഒന്ന് തിരിച്ചറിയണം. അത് ഈ നേതാക്കൾ പോലും തിരിച്ചറിയുന്നില്ലെങ്കിൽ ഈ പെരുന്നയിലും അവിടെ ഇവിടെയൊക്കെ പോയി തോളെ കയറുന്ന നേതാക്കൾ ആദ്യം ഒന്ന് ചിന്തിക്കണം. കാരണം ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊന്നും മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഓരോരുത്തരെ അങ്ങ് പറഞ്ഞു, മറ്റേ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, മെത്രാന്മാരെ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇവരാരും പറയുന്നവർക്കൊന്നും ജനങ്ങൾ വോട്ട് ചെയ്യുമെന്നും ഒരിക്കലും വിശ്വസിക്കരുത്. വിശ്വസിച്ച് അതിൻ്റെ പുറകെ പോകുന്ന ഈ നമ്മുടെ രാഷ്ട്രീയ നേതാക്കളുണ്ടല്ലോ, അവരാണ് യഥാർത്ഥത്തിൽ ഇവരെയൊക്കെ വലുതാക്കുന്നത്. ഇപ്പോൾ ഇലക്ഷൻ അങ്ങോട്ട് അടുക്കുമ്പോൾ, ഇലക്ഷൻ മാമാങ്കങ്ങൾ അങ്ങോട്ട് അടുത്ത് വരുമ്പോൾ ഇവരൊക്കെ തലപൊക്കി ഇനി വെളിയിറങ്ങും. അതുവരെ കുഴിക്കകത്ത് ഒളിച്ചിരിക്കും. ഇവിടുത്തെ പാവങ്ങളുടെ കാര്യങ്ങളിൽ ഇവരെന്തെങ്കിലും ചിന്തിക്കാറുണ്ടോ? ഇവിടെ സാധനങ്ങൾക്ക് വില കൂടുന്നു, നിത്യോപയോഗ സാധനത്തിന് വില കൂടുന്നു. ഇതിന് ഈ മത നേതാക്കൾ, ഈ പറയുന്ന ആളുകൾ എന്തെങ്കിലും ഒരു കാര്യം പറയാറുണ്ടോ? അവർക്കത് പ്രശ്നമല്ല. ഇവിടെ ക്ഷേമ പെൻഷൻ മുടങ്ങുന്നു, ഈ നേതാക്കൾ ആരെങ്കിലും എന്തെങ്കിലും പറയുമോ? ഒരക്ഷരം പറയത്തില്ല, ഒന്നുമില്ല. അവർക്ക് വേണ്ടതൊന്നുമല്ല. അവർ പറയുന്നത് ഇതാണ്. ഇപ്പോൾ SNDPയുടെ നേതാവ് പറയുന്നതാണെങ്കിൽ അയാൾ ഏതാണ്ട് 4 പതിറ്റാണ്ടായിട്ടോ എങ്ങാണ്ട് ഇതിന് നേതാവായിട്ട് ഇരിക്കുന്ന ആളാണ്.
അതിനെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈഴവ സമുദായത്തിനൊന്നും കിട്ടുന്നില്ല. ആരുടെ കുഴപ്പമാണ്? പിന്നെ ഇയാൾ എന്തിനാ ഇത്രയും നാൾ ഇരുന്നേ? ഇത് ചിന്തിക്കേണ്ട ആരാണ്? ഈഴവരല്ലേ, ഈഴവ സഹോദരങ്ങളല്ലേ ചിന്തിക്കേണ്ടത്? അതുപോലെ NSSന്റെ തലപ്പത്തിരിക്കുന്ന ആൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഇത്രയും നാളായിട്ട് ഇരിക്കുന്ന ഇയാൾ എന്തോ ഇതെന്ന് ആളുകൾ ചോദിക്കണ്ടേ? ആരെങ്കിലും ചോദിക്കുമോ? ഇല്ല. ഇതാണ് പ്രശ്നം. ഇത് ജനങ്ങൾ ഇത് ചിന്തിക്കുക. എന്നിട്ട് ഇതേപോലെ ഇലക്ഷൻ അടുത്ത് വരുമ്പോൾ ഈ തോളെ കൈയിട്ട് ഭായി എന്ന് വിളിച്ച് വലിയ കാര്യം കാണിക്കുന്നവരെ ജനങ്ങൾ തിരിച്ചറിയണം. ഞാനതേ പറയുന്നുള്ളൂ. അത് ഏത് രാഷ്ട്രീയത്തിന് വേണ്ടിയായാലും ഈ രാഷ്ട്രീയമായിട്ടും ഇവരാരും ഇടപെടാൻ സമ്മതിക്കരുത്. ഇവർ പറയുന്നത് ആരും ഈ വോട്ട് ഈ വിനിയോഗിക്കുന്ന കാര്യത്തിൽ ഇവരാരും പറയുന്നത് ആരും കേൾക്കരുത്. സ്വതന്ത്രമായിട്ട് നല്ല മനസ്സോടുകൂടി നല്ല ബുദ്ധിയോടുകൂടി വിവേചിച്ചറിഞ്ഞ് ജനങ്ങൾ പെരുമാറണം. അത്രേ എനിക്ക് പറയാനുള്ളൂ.